ഈശോയിലേറ്റവും പ്രിയങ്കരനായ അഭിമന്യ കർദിനാൾ ജോർജ് ആലഞ്ചേരി പിതാവേ, വത്സലനദിയായ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ പിതാവേ, ബഹുമാനപ്പെട്ട പ്രോട്ടോസ് ജല്ലൂസ് തൊടത്തിലച്ച, മോൺസിഞ്ഞോർ വേത്താനം, മോൺസിഞ്ഞോർ മലയപ്പറമ്പിൽ, മോൺസിഞ്ഞോർ കണിയോടിക്കൽ, കത്തീഡ്രൽ വിചാരിച്ച, ഭരണാപുരം വിചാരിച്ച, പ്രിയപ്പെട്ട ഡൊമിനിക്കിച്ച, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ 43ാമത് ബൈബിൾ കൺവെൻഷൻ നമുക്ക് ഏറ്റവും പ്രിയങ്കരനായ ആർച്ച് ബിഷപ്പ്, മേജർ ആർച്ച് ബിഷപ്പ് എമരിറ്റൂസ് നമ്മളുടെ സ്വന്തം കർദിനാൾ പിതാവ് ഉദ്ഘാടനം ചെയ്തു. വളരെ പ്രായോഗിക സ്വഭാവമുള്ള ശൈലിയിൽ എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ മലയിലെ പ്രസംഗത്തിൻ്റെ അത്യുജ്വലമായ ഒരു പ്രാക്ടിക്കൽ അവതരണമാണല്ലോ പിതാവ് നമുക്ക് നൽകിയത്. പിതാവ് ഒത്തിരി അമ്മച്ചിമാരുടെ കാര്യം പറഞ്ഞു. അത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഒരു കാര്യം ഓർത്തുപോയി. 2 മാസം മുമ്പ് മെഡിസിറ്റിയിൽ 3-4 ദിവസത്തെ ചികിത്സയ്ക്കായിട്ട് വന്നു. ഞാൻ ഏതാണ്ട് ഈ സമയത്ത് ഒന്ന് കാണാൻ വേണ്ടി ചെന്നപ്പോൾ അമ്മയുടെ ഈ കൊന്തയുണ്ട്. എൻ്റെ കൂട്ടത്തിൽ കിരഞ്ചരേച്ചനും സെക്രട്ടറിയച്ഛനും അങ്ങനെ 3-4 പേരുണ്ട്. അമ്മയൊന്നും മിണ്ടുന്നില്ല. അപ്പോൾ അസുഖം വല്ലതും കൂടുതലായിരിക്കുമോ എന്നെനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. മിണ്ടാതിരുന്നപ്പോൾ എന്നോടിങ്ങനെ കൈ ചൂണ്ടിക്കാണിച്ച് ആ മുറിയുടെ മൂലയ്ക്ക് കൊന്ത നമസ്കാരം പിന്നെ CCTV കൂടെ കൊടുക്കുന്ന സംവിധാനങ്ങളുണ്ട്. അമ്മ ആ കൊന്തയും പിടിച്ച് അത് കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ 1-2 മിനിറ്റ് അവിടെ വീണ്ടും നിന്നു. എന്നിട്ടിങ്ങനെ കൈകൊണ്ട് കാണിച്ചു, പൊക്കോളാൻ പറഞ്ഞു. ഒന്നും മിണ്ടിയില്ല. മുറിക്ക് പുറത്തിറങ്ങിയപ്പം അച്ഛന്മാരെന്നോട് പറഞ്ഞു, അമ്മ മകനെ നല്ലൊരു പാഠം പഠിപ്പിച്ചല്ലോ, നല്ല പാഠമായിരുന്നു. അത് കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ അത് മറന്നു. അമ്മ മറന്നില്ല. എന്നോട് ചോദിച്ചു, കുരിശ് വരയ്ക്കുമ്പോഴും വർത്തമാനം പറയരുതെന്ന് ഇനിയും ഞാൻ പഠിപ്പിക്കേണ്ടതുണ്ടോ? അന്നേരം ഞാനൊന്നും മിണ്ടിയില്ല. ഒന്നും മിണ്ടത്തില്ലല്ലോ. അങ്ങനെ അമ്മച്ചിമാർ നമുക്ക് നൽകുന്ന പാഠങ്ങൾ വളരെ ഹൃദയാവർജകമാണ്. പിതാവ് 4-5 അമ്മമാരുടെ കാര്യം പറഞ്ഞത് വലിയ പാഠങ്ങളാണ്. ഇന്നൊരു ചേട്ടൻ, ഒത്തിരി സന്ദർശകർ ഞങ്ങൾക്ക് പിതാക്കന്മാർക്കുണ്ടായിരുന്നു. ഒരു ചേട്ടൻ വന്ന് എന്തോ ഞാൻ അമ്മയുടെ കാര്യം പറയാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, പിതാവ് തന്നെ വയസ്സനാണല്ലോ, അമ്മ ഇപ്പോഴും ഉണ്ടോ എന്ന്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അത്ര വലിയ വയസ്സനൊന്നുമല്ല, പിതാവ് ഒത്തിരി വയസ്സനാണല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയൊരു വിസ്മയമാണ് എല്ലാവർക്കും. നമ്മുടെയൊക്കെ അമ്മമാരുടെ കാര്യം അങ്ങനെയാണല്ലോ. അമ്മയെക്കുറിച്ച് കേൾക്കുന്നതും പറയുന്നതുമെല്ലാം നമുക്ക് വലിയ പാഠമാണ്. നമ്മൾ ബൈബിൾ കൺവെൻഷനിൽ ഞാൻ ദീർഘമായ സമയം എടുക്കുന്നില്ല. വളമ്പലാനച്ഛൻ്റെ സമയം സംസാരിക്കാനുള്ളതായി കഴിഞ്ഞു. 1-2 കുഞ്ഞ് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. മലയിലെ പ്രസംഗവും രൂപാന്തരീകരണത്തിൻ്റെ മലയുമൊക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മലയുടെ താഴ്വരയിൽ നിൽക്കുന്നവർക്കല്ല ഈശോ രൂപാന്തരപ്പെട്ടത്, കൂട്ടത്തിൽ മല കയറിയവർക്കാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ രൂപാന്തരീകരണം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവനോടുകൂടെ മല കയറണം. ആദിമസഭയിലെ ഒറിജൻ്റെ വാക്കുകളാണ്. അവനോടുകൂടെ മല കയറുമ്പോൾ മാത്രമേ നമുക്ക് മെറ്റനോയിയ, മനസ്സാന്തരം, ഹൃദയവിശുദ്ധി, കർത്താവിനോടുള്ള അടുപ്പം എല്ലാം ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള വലിയൊരു പരിശ്രമമാണ് നമ്മളുടെ ഈ ബൈബിൾ കൺവെൻഷൻ. ഇതിനുവേണ്ടി അതിൻ്റെ പ്രധാന ചുമതലക്കാരനായ അരിമറ്റത്തിലച്ഛനും സഹപ്രവർത്തകരും ആഴ്ചകളായിട്ട് അധ്വാനിക്കുകയായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇന്ന് നമ്മൾ ഇതുപോലുള്ളൊരു വചന കൂടാരത്തിൽ നമുക്കെത്താനായിട്ട് സാധിച്ചത്. ദൈവത്തിൻ്റെ വചനം നിത്യജീവൻ്റെ കൃപയായിട്ട് നമ്മൾ ഉൾക്കൊള്ളണം. ഉണങ്ങി വരണ്ട ഒരു പ്രദേശത്തിന് ഒരു മഴ കിട്ടുമ്പോൾ വലിയ സന്തോഷമാണല്ലോ. ആ വെള്ളമെല്ലാം ആ ഭൂമി, ആ മണ്ണ് സ്വീകരിക്കും.
അതുപോലെ തന്നെയാണ് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ദൈവത്തെക്കുറിച്ച് ദാഹമുള്ള ഒരു ആത്മാവിനും, നമ്മളൊക്കെ അങ്ങനെ ദാഹിച്ച് വന്നിരിക്കുന്നവരാണ്. നമ്മളിലൊക്കെ ഒരു സമറിയാക്കാരി സ്ത്രീയുണ്ട്, സാധാരണ വെള്ളം കോരി കുടിച്ച് സാധാരണ ജീവിതത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ജീവിച്ച് അത് മതി എന്ന് വിചാരിക്കുന്നവർ. പക്ഷേ ആ സ്ത്രീക്ക് അവിടെ നിത്യ ജീവൻ്റെ ഉറവയാണ്, വെള്ളമാണ് ലഭിക്കുന്നത്. നമ്മളിവിടെ വന്ന് തിരുവചനം കേൾക്കുമ്പോൾ വലിയപിതാവിനെ തന്നെ നമുക്ക് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സ് നിറഞ്ഞു. പിതാവ് മലമുകളിൽ കയറി കർത്താവ് ഇരുന്ന് പഠിപ്പിച്ചതുപോലെയാണ് നമ്മളെ പഠിപ്പിച്ചത്. വളരെ ദാർശനിക സ്വഭാവത്തോടുകൂടി, പ്രായോഗിക സ്വഭാവത്തോടുകൂടി ദാഹിച്ച് കാതോർത്ത് ഓടി വന്ന് നമുക്കെല്ലാവർക്കും പിതാവിൻ്റെ സാന്നിധ്യവും പിതാവിൻ്റെ വാക്കുകളും ഒരരുവി നമ്മളുടെ ഉള്ളിലേക്ക് പൊട്ടി ഒഴുകുന്നത് പോലെയായിരുന്നു. ദൈവവചനത്തിൻ്റെ പ്രാധാന്യം അതാണ്. വചനം കേൾക്കുമ്പോഴാണ് നമുക്ക് ഹൃദയത്തിൽ ശരിക്കുള്ള സന്തോഷം ഉണ്ടാകുന്നതും. ഈ ഒരു വലിയ പ്രത്യാശയോടുകൂടിയാണ് നമ്മളിവിടെ ആയിരിക്കുന്നത്. ഇതിനുവേണ്ടി അധ്വാനിച്ചതും നമ്മൾ നോക്കിപ്പാർത്തതുമൊക്കെ ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്ന ദൈവവചനത്തിൻ്റെ ആ ഒരു ആസ്വാദ്യതയുടെ മുൻകുറിയായിട്ടാണ്. ഗ്രിഗറി ഓഫ് നീസ പറഞ്ഞ ഒരു കാര്യം, നിങ്ങൾ വിളക്ക് തെളിക്കുക, ദൈവവചനമാകുന്ന വിളക്ക് കൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരുന്നത്. അത് അനുതാപത്തിൻ്റെ വെളിച്ചമാണ്, ടോർച്ച് ഓഫ് റിപ്പൻറ്റൻസ്. എന്നാൽ സ്വന്തം വീട്ടിനുള്ളിൽ അവനവനിൽ തന്നെ അവനവൻ്റെ മനസാക്ഷിയിൽ നഷ്ടപ്പെട്ട നാണയങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ നിരന്തരം വചനം കേൾക്കുകയും വചനമാകുന്ന വിളക്ക് തെളിക്കുകയും വേണം. നമ്മളുടെ ഉള്ളിലെ വെളിച്ചം, നാണയം നഷ്ടപ്പെട്ടാൽ നമ്മളെ ഇളക്കി മറിച്ച് നോക്കിയാൽ മാത്രമേ ആ തിരി തെളിക്കാൻ പറ്റുകയുള്ളൂ. മറ്റെവിടെ നമ്മൾ എന്തെല്ലാം കണ്ടാലും അതിൽ കാര്യമില്ല. അതുകൊണ്ട് നിരന്തരം വചനം പഠിക്കണം, വചനം വായിക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് ഇവിടെ സഭയായിട്ട് ഒന്നിച്ച് നമ്മളിരിക്കുമ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ഹൃദയത്തിൽ ഉള്ളത്. പ്രസിദ്ധനായ ഒരു ഇറ്റാലിയൻ ഗ്രന്ഥകാരനാണ് ലൂസിയാനോ ദെ ക്രെഷെൻസോ, നല്ല ഗ്രന്ഥകാരനാണ്. അദ്ദേഹം പറഞ്ഞു, വി ആർ ഈച്ച് ഓഫ് us ഏഞ്ചൽസ് ഫ്ലൈയിങ് വിത്ത് വൺ വിങ്. ഓരോ മനുഷ്യനും ഒറ്റ ചിറകുള്ള ആത്മാവാണ്. ആൻഡ് വി ക്യാൻ ഫ്ലൈ ബൈ എംബ്രേസിങ് വൺ അനദർ. മറ്റുള്ളവരെ കൂടെ കാണുകയും മറ്റുള്ളവരുടെ സഹായം കൂടെ നമുക്കുണ്ടായിരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്ക് പറക്കാൻ പറ്റുകയുള്ളൂ. ഒറ്റ ചിറവ് കൊണ്ട് നമുക്ക് പറക്കാൻ പറ്റുകയില്ല. വി ആർ ഏഞ്ചൽസ് ബട്ട് വിത്ത് വൺ വിങ്. നമ്മളുടെ സഹോദരങ്ങളെ, നമ്മളുടെ സഹപ്രവർത്തകരെ ഒന്നിച്ച് നമ്മൾ കാണുകയും കൂട്ടത്തിൽ നിർത്തുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് പറക്കാൻ പറ്റുന്നത്. ഇവിടെ നമ്മൾ സഭയായിട്ടാണ് ഒന്നിക്കുന്നത്. വിശാലമായ ഒരു സഭാ സമൂഹം ഇവിടെയുണ്ട്. അയൽവക്കരൂപതകളിലെയും കുറേ ആളുകളുണ്ട്, ഇതര മതവിഭാഗത്തിൽപ്പെട്ടവരും കാണും. നമ്മൾ ഒറ്റ കുർബാനയിൽ ഒന്നിച്ചുകൊണ്ടാണ് ഇവിടെ വചനം പ്രഘോഷിക്കപ്പെടുന്നത്. സിപ്രിയാൻ പറഞ്ഞല്ലോ, ഊനും കോർപ്പൂസ് ഊനൂസ് ഹാനീസ്, വൺ ബോഡി വൺ ബ്രെഡ്. ഒറ്റ കുർബാനയിൽ ഇവിടെ ആദ്യ ദിവസം നമ്മുടെ ഡോക്ടർ സെൻറ്റ് ജെല്ലൂസ് കുർബാന അർപ്പിച്ചു. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുടെ അർപ്പണത്തോടു കൂടിയാണ് നമ്മൾ ഈ കൂട്ടായ്മയിലേക്ക് ചിറകുകൾ കുട്ടിപ്പിടിപ്പിക്കുന്ന ആ ഒരു വലിയ കർമ്മത്തിലേക്ക് നമ്മൾ മാറുന്നത്. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം കൂടുതലായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. ഈ അടുത്ത നാളിൽ പരിശുദ്ധ ലിയോ പിതാവ് ഡോക്ടർ ഓഫ് ദി ചർച്ചായിട്ട് പ്രഖ്യാപിച്ച കാർഡിനൽ ന്യൂമാൻ പറഞ്ഞ ഒരു ചെറിയ വാക്യമാണ്, പാസ്റ്റോരും എത്ത് ഫിദേലിയും കോൺസ്പിരാസിയോ. അച്ഛന്മാരും അൽമായരും ഒന്നിച്ച് ബ്രീത്ത് ചെയ്യണം. കോൺസ്പിരാസിയോ ഇവിടെ അങ്ങനെയാണ്.
ധാരാളം വൈദികർ ഇവിടെയുണ്ട്, ധാരാളം ആത്മായ സഹോദരങ്ങളുണ്ട്, സിസ്റ്റേഴ്സുണ്ട്. നമ്മൾ ഒന്നിച്ച് ശ്വസിക്കുകയാണ്. ഒന്നിച്ച് നമ്മൾ തിരുവചനം കേട്ട് നമ്മളുടെ ജീവിതത്തെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് നമ്മളിൽ നഷ്ടപ്പെട്ട വെളിച്ചം കണ്ടെത്താനായിട്ട് സാധിക്കും. നമ്മളുടെ ദൈവവചന പഠനങ്ങൾ, സഭയുടെ അജപാലന ശുശ്രൂഷ ഈ 50-60 വർഷങ്ങളിൽ പിന്നെ വലിയ പിതാവും ഞാനും എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ രൂപതയുടെ ചരിത്രപരമായ ലിറ്റർജിക്കലായിട്ടുള്ള പ്രാധാന്യം കൂടെ ഓർമ്മിപ്പിക്കണം. ഈ നാളുകളിലെല്ലാം ഞങ്ങൾ പൂഞ്ഞാറ്, കടനാട്, അരുവിത്തറ, ഭരണങ്ങാനം, കത്തീഡ്രൽ, ചെർപ്പുങ്കൽ, രാമപുരം, കടപ്പളാമറ്റും, കുറവിലങ്ങാട്, മുട്ടിച്ചിറ തുടങ്ങിയ വലിയ കേന്ദ്രങ്ങളുടെ അതിപുരാതനമായ പള്ളികൾ ഇതിലുണ്ട്. ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത വൈദിക ശ്രേഷ്ഠരുടെ നാടതിനകത്തുണ്ട്. അങ്ങനെ ചരിത്രവും ദൈവാരാധനയും ദൈവവചനവും ഒന്നിച്ച് പഠിപ്പിച്ച് ആളുകളെ ബോധവൽക്കരിക്കാനുള്ള വലിയൊരു പരിശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അതിൽ വിജയിച്ചു എന്ന് പറയാൻ ഞങ്ങളാരുമല്ല. എങ്കിലും ഈ ദൈവവചന പ്രഘോഷണ വേദിയിലും നമ്മളൊരു പരസ്യമായ ഒരു നാൽക്കവലിയിൽ വചനം പ്രസംഗിക്കുന്ന പോലെയല്ല. വചനത്തിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ രക്ഷാകരമായ കാര്യം, നമ്മളുടെ അപ്പസ്തോലിക സഭയുടെ ആ ഒരു മാഹാത്മ്യം എല്ലാം നമ്മൾ കൂട്ടി യോജിപ്പിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് ദൈവവചനത്തിൻ്റെ സമഗ്ര ഭാവം കിട്ടുന്നത്. ആലഞ്ചേരി പിതാവിനെക്കുറിച്ച് എന്നും ഞാൻ പല വേദിയിലും നമ്മുടെ പരിശുദ്ധ ഫ്രാൻസിസ് പിതാവിൻ്റെ പക്കൽ വെച്ച് അതുലുമിനായിക്ക് പോയപ്പോഴും ഞാൻ പറയുകയുണ്ടായി, അപ്പസ്റ്റോലിക് സക്സഷനും അപ്പസ്റ്റോലിക് കണ്ടിന്യൂയിറ്റിയും അതിൻ്റെ ഇൻ്റഗ്രിറ്റിയിൽ എടുത്തിരിക്കുന്ന ഒരാളാണ് വലിയ പിതാവ്. നമ്മൾ വെറുതെ നൈയാമികമായ ഒരു സ്ട്രക്ചറിൻ്റെ സക്സഷനല്ല, ആ സ്ട്രക്ചറിൻ്റെ കണ്ടിന്യൂയിറ്റി എന്ന് പറയുന്നത് ആ സഭയുടെ കണ്ടൻറ്റ് നമ്മൾ മുറുകെ പിടിക്കുകയും അതിനുവേണ്ടി നിൽക്കുകയും ചെയ്യുമ്പോഴാണ്. അങ്ങനെ അപ്പസ്റ്റോലിക് സക്സഷനും അപ്പസ്റ്റോലിക് കണ്ടിന്യൂയിറ്റിയും ദേ ഡിഫൈൻ ഈച്ച് അതർ. അതിലേതെങ്കിലും ഒന്നിനെ പ്രാധാന്യമുള്ളൂ എന്ന് നമ്മൾ കരുതരുത്. പിതാവ് ഈ സഭയ്ക്ക്, അതുവഴി സാർവത്രിക സഭയ്ക്കും നൽകിയ വലിയൊരു പ്രബോധനം അതാണെന്ന് ഞാൻ പല വേദിയിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഉത്തമമായ ബോധ്യവും അതാണ്. ഏത് പ്രയാസങ്ങളുണ്ടെങ്കിലും നമ്മളുടെ ഈ അതിപുരാതനമായ ശ്ലൈഹിക സഭയുടെ ആ സാങ്ക്ടിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി പിതാവ് ജീവിതം സമർപ്പിച്ച ഒരാളാണ്. അതുതന്നെയാണ് ഏറ്റവും വലിയ തിരുവചന വ്യാഖ്യാനം. ഇവിടെ അരിമറ്റത്തച്ഛൻ ആമുഖവാക്കുകൾ പിതാവിനെക്കുറിച്ച് പറഞ്ഞപ്പോഴും അതുതന്നെയാണ് പറഞ്ഞത്. അങ്ങനെ നമുക്ക് ഈ വർഷത്തെ ഈ ബൈബിൾ കൺവെൻഷൻ്റെ ഉദ്ഘാടനം നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ വലിയ പിതാവ് വന്ന് നൽകിയതിൽ സന്തോഷമുണ്ട്. പിതാവ് അധികം താമസിക്കാണ്ട് റോമിൽ കർദിനാൾമാരുടെ സംഘത്തിന് പോവുകയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ലിയോ പരിശുദ്ധ പിതാവ് ഈ അടുത്ത നാളുകളിൽ നമ്മളോട് ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ് പ്രിവിലേജിയും പൗപ്പരും. സാധാരണക്കാർ, പാവപ്പെട്ടവർ, അവർ നമുക്കൊരു പ്രിവിലേജാണ്. ദേ ആർ പ്രിവിലേജ്ഡ് മീൻസ് ടു റീച്ച് ഗോഡ്. ദൈവത്വത്തിലേക്ക് നമുക്ക് എത്താനുള്ള ഒരു പ്രിവിലേജ്ഡ് മീൻസാണ്. അതുകൊണ്ട് അവരെ, പാവപ്പെട്ടവരെ, അവർ പ്രസൻസ് of the poor among us and the care for them is one of unbroken tradition of the church. ഈ സഭയുടെ അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷനാണ് പാവപ്പെട്ടവർ. ഈശോ പറഞ്ഞല്ലോ, പാവപ്പെട്ടവർ എന്നും ഉണ്ട്. അതാണ് അൺഡിവൈഡഡ് ആയിട്ടുള്ള ഒരു ട്രഡീഷനെന്ന് പുതിയ പരിശുദ്ധ പിതാവ് ലിയോ മാർപ്പാപ്പ സാധാരണക്കാരുടെ, പാവപ്പെട്ടവരുടെ സാന്നിധ്യത്തെ കുറിച്ച് പരസ്യമായിട്ട് നമ്മളോട് സംസാരിച്ചതും നമുക്ക് നിർദ്ദേശങ്ങൾ നൽകിയതുമെല്ലാം. പരിശുദ്ധാവ് 4-5 വലിയ ശ്ലൈഹിക പ്രബോധനങ്ങൾ ഈ നാടുകളിലെല്ലാം നമുക്ക് നൽകി. പരിശുദ്ധ അമ്മയെക്കുറിച്ച്, അതുപോലെ ഇസ്നിക്കിൽ പോയി വിശ്വാസ പ്രഘോഷണം നടത്തിയപ്പോൾ അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്, അതൊക്കെ നമുക്ക് എന്നും മനസ്സിൽ സൂക്ഷിക്കാനുള്ള കാര്യമാണ്. നമ്മുടെ ബൈബിൾ കൺവെൻഷൻ ഞാൻ പറഞ്ഞല്ലോ, വചനം സഭയായിട്ട് ഇരുന്ന് നമ്മൾ പഠിക്കുകയാണ്. സഭയാണ് വചനത്തിൻ്റെ സംരക്ഷക. സഭയാണ് തിരുവചനം വ്യാഖ്യാനിക്കുന്നത്.
സഭയിലിരുന്നാണ്, സഭയായിക്കൊണ്ടാണ് നമ്മൾ ഈ വചനത്തിൻ്റെ സമഗ്രത, പരിശുദ്ധ കുർബാനയോടുള്ളതിൻ്റെ ബന്ധവും നമ്മുടെ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളോടുള്ള ബന്ധവും ഒക്കെ നമ്മൾ തിരിച്ചറിയുന്നത് അവർ വലിയ അർത്ഥത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പരിശുദ്ധ ബെനഡിക്റ്റ് പിതാവ് ഒരിക്കൽ പറഞ്ഞു, റെസുറക്ഷൻ ഓഫ് ദ ബോഡി ടേക്സ് പ്ലേസ് ഓൺ ദ ലാസ്റ്റ് ഡേ. ശരീരത്തിൻ്റെ ഉത്ഥാനം അവസാനം സംഭവിക്കുന്നൊരു കാര്യമാണ്. ബട്ട് റെസുറക്ഷൻ ഓഫ് ദ ഹാർട്ട് ടേക്സ് പ്ലേസ് എവരി ഡേ. ഹൃദയങ്ങളുടെ ഉത്ഥാനം ഓരോ ദിവസവും സംഭവിക്കേണ്ടതാണ്. നമ്മളിവിടെ ഹൃദയങ്ങളുടെ ഉത്ഥാനമാണ് ഈ വലിയ ബൈബിൾ കൺവെൻഷനിൽ ഉദ്ദേശിക്കുന്നത്, ലക്ഷ്യം വയ്ക്കുന്നത്. വലിയ സന്തോഷത്തോടു കൂടിയാണ് വൈദികരും അൽമായരും എല്ലാം ഇത് ഏറ്റുവാങ്ങിയത്. മിനിഞ്ഞാന്ന് ഞങ്ങൾ 352 വൈദികർ വന്ന വൈദിക സമ്മേളനം പ്രസ്ബിറ്റേറിയം നടത്തി. അത് ഇതിൻ്റെ ഒരു ഇന്ധനമായിട്ട് നിൽക്കുന്ന കാര്യമാണ്. എല്ലാ അച്ഛന്മാരും എത്തി. രോഗികളായിട്ട് കിടക്കുന്ന 1-2 ആളുകൾ ഒഴികെ ബാക്കി വൈദിക മന്ദിരത്തിൽ പ്രായാധിക്യം മൂലം ആയിരിക്കുന്നവർക്ക് വരാൻ പറ്റിയില്ല. ആ സമ്മേളനവും നമ്മളുടെ ഈ തിരുവചന പ്രഘോഷണത്തിന് വലിയൊരു ഉത്തേജനമായിട്ട് എല്ലാവർക്കും അനുഭവപ്പെട്ടു. ഞാൻ സമയപരിമിതി മൂലം എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. ദൈവവചനമാകുന്ന വെളിച്ചം നമുക്ക് കൊണ്ടു നടക്കാനായിട്ട് സാധിക്കണം. ഓരോ ദിവസവും നമ്മൾ മനസ്സിലാക്കണം, ഗോഡ് വിൽ ഓൾവേസ് ഹാവ് സംതിങ് മോർ ടു ടീച്ച് മാൻ ആൻഡ് മാൻ വിൽ ഓൾവേസ് ഹാവ് സംതിങ് മോർ ടു ലേൺ ഫ്രം ഗോഡ്. ഈ ബൈബിൾ കൺവെൻഷനിൽ നിന്നും നമ്മൾ ഉദ്ദേശിക്കുന്നതാണ്. ദൈവത്തിന് കൂടുതൽ കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കാനുണ്ട്. അതിനുവേണ്ടി എല്ലാവരും വരണം. നിങ്ങളിന്ന് വീട്ടിൽ ചെന്ന് വീട്ടിലിരിക്കുന്ന എല്ലാവരോടും പറയേണ്ട കാര്യം, ഈ തിരുവചന ശ്രവണത്തിനായിട്ട് എല്ലാവരും വരണം എന്നായിരിക്കണം. നമുക്ക് ഈ പന്തൽ നിറഞ്ഞ് കവിഞ്ഞ് ഒഴുകണം. ഇത് നമ്മളുടെ ഓട്ടോണമസ് സെൻറ് തോമസ് കോളേജിൻ്റെ ഗ്രൗണ്ട്സാണ്. അവർ ഇതെല്ലാം നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവരും, രൂപതയുടെ എല്ലാവരും വരാൻ വേണ്ടിയാണ്. നല്ല യാത്രാ ക്രമീകരണങ്ങൾ ബഹുമാനപ്പെട്ട മോൺസിഞ്ഞോർ വേത്താനവും അരിമറ്റത്തിലും എല്ലാം കൂടി ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വന്ന് ഈ തിരുവചന ശ്രവണത്തിൽ പങ്കുചേരണം. നമ്മുടെ പ്രിയങ്കരനായ വളംലാലച്ചനാണ്, ബ്രാഹ്മച്ചനാണ് നമ്മളോട് ഈ ദിവസങ്ങളിൽ സംസാരിക്കുന്നത്. അങ്ങനെ ദൈവവചനത്തിൻ്റെ പ്രാധാന്യം പരിശുദ്ധ കുർബാനയോട് ബന്ധപ്പെട്ട്, നമ്മുടെ ശ്ലൈഹിക സഭയോട് ബന്ധപ്പെട്ട്, അതിൻ്റെ ചരിത്രത്തോട് ബന്ധപ്പെട്ട് പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് സാധിക്കട്ടെ. ഒരിക്കൽ കൂടെ നമ്മുടെ പ്രിയങ്കരനായ കർദിനാൾ പിതാവിൻ്റെ സാന്നിധ്യത്തെ വലിയ സ്നേഹത്തോടു കൂടി ഞാൻ ഓർക്കുകയാണ്. പിതാവിൻ്റെ സമഗ്രമായ ഉറവിടങ്ങളിൽ അധിഷ്ഠിതമായ പ്രബോധനം നമ്മുടെ സഭയെ വളർത്തി. നമ്മളുടെ 75ാം വത്സരം രൂപതയുടെ ആഘോഷിച്ചപ്പോൾ അന്ന് പിതാവിനെക്കുറിച്ച് ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു. പ്ലാറ്റിനം ജൂബിലിയിൽ നമ്മളിപ്പോൾ ചൊല്ലുന്ന യാമപ്രാർത്ഥനകൾ, അതിൻ്റെ ഓരോ വാക്കും ഓരോ വാക്യവും ഓരോ പാട്ടും പിതാവ് 100 കണക്കിന് മണിക്കൂർ ഇരുന്ന് ഞങ്ങളോട് പറഞ്ഞ് തന്നിട്ടുള്ളതാണ്. ഓൺലൈനിലായിരുന്നു. എല്ലാ ആഴ്ചകളിലും 2-3 മണിക്കൂർ പിതാവ് എല്ലാ മീറ്റിങ്ങിലും പങ്കെടുത്തു. അതിൽ ആദ്യം മുതലുള്ള എല്ലാ കാര്യങ്ങളും അന്ന് ഞാൻ പറഞ്ഞു, ഒരു സഭയിലും ഒരു സഭാതലവനും സാധിക്കുന്ന കാര്യമല്ല. പിതാവ് അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ട് നിന്നുകൊണ്ടാണ് നമുക്ക് നല്ല വളരെ ഇൻസ്പയറിങ് ആയിട്ടുള്ള യാമപ്രാർത്ഥനകളാണ് നമ്മുടേത്. അതെല്ലാം പിതാവ് ഈ സഭയോടും സാർവത്രിക സഭയോടുമുള്ള ബന്ധത്തിൻ്റെ പേരിൽ നമുക്ക് നൽകിയതാണ്. ഈ നസ്രാണി സഭയുടെ ദൈവശാസ്ത്രവും അതിൻ്റെ നിലപാടുകളും എവിടെയും ധൈര്യമായിട്ട് സമർത്ഥിക്കുകയും സഭൈക്യം ലക്ഷ്യം വെച്ചുകൊണ്ട് പിതാവ് ഇൻ്റർ ചർച്ച് കൗൺസിലിൻ്റെ ഹെഡാണ് ഇപ്പോഴും. അങ്ങനെ തോമാസ് ശ്ലീഹായുടെ ഈ പാരമ്പര്യ തനിമ, തോമായുടെ സിംഹാസനം, അത് നമ്മളുടെ ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ സഭകളും എന്താമായിട്ടിവിടെ ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. അതിൽ നമുക്ക് സിറോ മലബാർ സഭയ്ക്കൊരു പോളിസിയോടെന്നും ബന്ധപ്പെട്ട് നിന്ന് സഭയിൽ നിൽക്ക് തീർച്ചയായിരിക്കും ഒരു പ്രീസിഡൻസ് ഉണ്ട്. പിതാവിന് ചരിത്രവും മറ്റ് സഭാതലവന്മാരോടുള്ള ബന്ധവുമെല്ലാം ഉള്ളത് നമുക്ക് സഭയ്ക്ക് അഭിമാനമാണ്, പാലായ്ക്ക് അഭിമാനമാണ്. പാലായുടെ എല്ലാ ആവശ്യങ്ങളിലും പിതാവ് വരികയും നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്, ബലപ്പെടുത്തുന്നുണ്ട്. എവിടെയെങ്കിലും പോരായ്മകൾ കണ്ടാൽ അത് തിരുത്തി ശ്രദ്ധിക്കണമെന്ന് പറയാറുണ്ട്.
അങ്ങനെ ഒരു ടീച്ചറായിട്ട് ഇപ്പോഴും പിതാവ് നിൽക്കുന്നു. അതിൽ നമുക്ക് വലിയ സന്തോഷമുണ്ട്. നമ്മുടെ വലിയ പിതാവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഇവിടെ പറഞ്ഞതുപോലെ ഒരു അൺഇൻറ്ററപ്റ്റഡ് പ്രസൻസ് ഈ ബൈബിൾ കൺവെൻഷനിൽ പിതാവിൻ്റേത് ഈ കഴിഞ്ഞ 42 വർഷങ്ങളിലുമുണ്ട്. അവിടെ മാത്രമല്ല, നമുക്ക് പിതാവിന് അല്പം അനാരോഗ്യമുണ്ടെങ്കിലും സാധ്യമാകുന്ന അവസരങ്ങളിലെല്ലാം പിതാവിനെ നിർബന്ധിച്ച് വരണം, നമുക്ക് പോകണം, പിതാവ് കൂടെ വേണം. പിതാവ് കൂടെ ഉള്ളപ്പോഴാണ് നമ്മളുടെ രൂപതയുടെ ആധ്യാത്മികമായിട്ടുള്ള ആ ഒരു കരുത്ത് നമുക്ക് കൺസോളിഡേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് പിതാവ് സന്തോഷപൂർവ്വം ഇന്നും ക്ഷീണമൊക്കെ ഉണ്ട് എങ്കിലും കൂട്ടത്തിൽ വരാം എന്ന് പറഞ്ഞെത്തിയതാണ്. നമുക്കത് വലിയ സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ വാക്കുകൾ സംഹരിക്കട്ടെ. നമുക്ക് വലിയ പ്രാർത്ഥനയുടെ ദിവസങ്ങളായിരിക്കണം. സാധിക്കുന്ന എല്ലാവരും കുർബാനയിലും പങ്കെടുക്കണം. ഇതിനുവേണ്ടി വലിയ സജ്ജീകരണങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അതിനുവേണ്ടി നടത്തിയ ആളുകളെയും ഞാൻ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇവിടെ നമ്മുടെ സെൻറ് തോമസ് കോളേജ്, മറുവശത്ത് സിവിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ കോളേജ്, നമ്മുടെ എറണാകുളം പള്ളി, സൗകര്യങ്ങളെല്ലാം നമുക്കുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്വന്തം വീട്ടിലിരിക്കുന്നത് പോലെ ഈ കാര്യങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. പരിശുദ്ധ അൽഫോൻസാമയ്ക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു, മാധ്യസ്ഥം പ്രാർത്ഥിക്കുന്നു. ഉചിതനായ ഈശോ നമ്മെ എല്ലാവരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ.